NCP വിഷയം LDFിന്റെ മുന്നിൽ വന്ന പ്രശ്നമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അത് അവരുടെ പാർട്ടി കാര്യമാണ്, മുന്നണിയുടെ മുന്നിൽ വരേണ്ട വിഷയമല്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അവരുടെ പാർട്ടി കാര്യമാണത്, അവരുടെ പാർട്ടി കാര്യമാണ്. അത് ആ നിലയിലാണ് നോക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആലോചനയിൽ വരേണ്ടത് വിഷയമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഈ പ്രശ്നം കേരളത്തിന് വെളിയിൽ ചർച്ച ചെയ്യണമെന്ന് നിലപാടെടുത്തിട്ടില്ല. അങ്ങനെ നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അവരെന്താന്നുള്ളത് അവരെ പാർട്ടിയാണ് അത് സംബന്ധിച്ച് പറയേണ്ടത്. ഷീജ ചേരുന്നു. ഷീജ, LDF നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് LDFിന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അക്കാര്യം തീരുമാനിക്കേണ്ടത് NCP ആണ്. ഷീജ, നമുക്ക് ശക്തിയായിട്ട് പോരാട്ടം വേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് 2 ദിവസം സംഘടിപ്പിച്ചത്. അനിശ്ചിതകാല സത്യങ്ങളുടെ സമരം NCPയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങളിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ നിലപാട് പറഞ്ഞിരിക്കുന്നു. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, പാർട്ടി കാര്യമാണ്. NCPയാണ് അത് സംബന്ധിച്ച്, മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. LDFിന് പ്രത്യേകിച്ച് അതിൽ റോളൊന്നുമില്ല. LDFിൻ്റെ മുന്നിൽ ഈ വിഷയം വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോടുള്ള പ്രതികരണമായാണ് TP രാമകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓരോ പാർട്ടിയുടെയും മന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് അതാത് പാർട്ടികളാണ്. അതിൽ LDFിന് പ്രത്യേകമായ പങ്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം LDFിന് മുന്നിൽ വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ AK ശശീന്ദ്രനും ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരുന്നു. താൻ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ അത് സർക്കാരിൻ്റെ നയത്തോടുള്ള എതിർപ്പ് ആണ് എന്ന വ്യാഖ്യാനമുണ്ടാകും എന്നുള്ളതാണ് AK ശശീന്ദ്രൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, ഈ NCPയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇപ്പോൾ LDF നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അത് അവരുടെ പാർട്ടിക്കാര്യമാണ്, LDFിന് ഇതിൽ പ്രത്യേകമായ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് TP ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഷമ്മി, ഏതായാലും NCPയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ വിഷയം വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ഈ കാര്യത്തിലാണ് ഇന്നിപ്പോൾ രണ്ടുപേരുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം തീർത്തും വ്യക്തമാക്കി തന്നെയാണ് LDF എന്താണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അത് LDFിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഓരോ മന്ത്രിയുടെയും കാര്യം സംബന്ധിച്ചുള്ള കാര്യത്തിലുള്ളൊരു അന്തിമ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് അത് LDFിലേക്ക് വരേണ്ടതോ അല്ലെങ്കിൽ LDFിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും ഇതിൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് TP വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് രാവിലെ വന്ന AK ശശീന്ദ്രൻ്റെ പ്രതികരണമാണ്. AK ശശീന്ദ്രൻ പറയുന്ന കാര്യം NCPക്ക് ഒരു മന്ത്രിസ്ഥാനം വേണം എന്നതിനപ്പുറത്ത് മറ്റൊരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടില്ല. മറ്റുള്ളവർ അതിനെ വിവാദമാക്കാൻ ശ്രമിക്കുന്നതാണ്. തോമസ് മന്ത്രിയാകുന്നതിനോട് തനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. എപ്പോൾ വേണമെങ്കിലും താൻ രാജിവെക്കാൻ സന്നദ്ധനാണ്. പക്ഷേ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ധിക്കരിച്ച് തനിക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഉടനടി രാജിവെക്കുകയാണെങ്കിൽ NCPക്ക് ഒരു മന്ത്രിസ്ഥാനമാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ധിക്കരിച്ചുകൊണ്ടുള്ളൊരു നിലപാട് അത് തനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അല്ലാത്ത പക്ഷം തോമസ് വരുന്നതിനോടും തനിക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. തോമസ് കഴിഞ്ഞ ദിവസം ശരത് പവാറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് അത് ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള വ്യാഖ്യാനങ്ങൾ അതിന് നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. ഷമി, ഷീജ, ഇത് സംബന്ധിച്ച് ഇപ്പോൾ തോമസിനൊരു മന്ത്രിമോഹമുണ്ടായി. സ്വാഭാവികമായും അദ്ദേഹം അതുപോലെ തന്നെ ശശീന്ദ്രനും ഒരേ പാർട്ടിക്കാരെന്ന നിലയിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഗ്രൂപ്പ് നിലപാടുകളൊക്കെയുണ്ട്. പക്ഷേ അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിൻ്റെ അകത്ത് LDFിനോ മറ്റു പാർട്ടികൾക്കോ പ്രത്യേകമായ റോളൊന്നുമില്ല. അക്കാര്യം LDF കൺവീനർ ആവർത്തിച്ച് വ്യക്തമാക്കുകയല്ലേ ചെയ്യുന്നത്. അവരുടെ പാർട്ടി ഒരു തീരുമാനമെടുത്ത് അറിയിച്ചാൽ ആ ആൾ മന്ത്രിയാകും എന്നുള്ള ഒരു നിലപാടാണ് മുൻകാലങ്ങളിലെല്ലാം LDF സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ്
ഒരു കാരണവശാലും തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം LDF കൺവീനർ വ്യക്തമാക്കുന്ന കാര്യം ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ പാർട്ടിയിൽ നിന്ന് ആര് മന്ത്രിയാകണം, ആര് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിൽ LDF ഇടപെടേണ്ട ഒരു തരത്തിലുള്ള ആവശ്യവുമില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് NCP LDFിൽ ആ രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ആ രീതിയിൽ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ LDFിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അത് LDFിന് മുന്നിൽ വന്നൊരു വിഷയമല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഷമ്മി, ഷീജ, ഇപ്പോൾ തോമസ് കെ തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മന്ത്രി ആകാനുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നില്ല. ശരത് പവാറിനെയൊക്കെ ഇദ്ദേഹം നിരന്തരമായി പോയി കാണുന്നുണ്ട്. പക്ഷേ ശരത് പവാർ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടൊന്നും LDFിനെ അറിയിക്കുകയോ അതല്ല അവരുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ തോമസ് കെ തോമസ് എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി മാധ്യമങ്ങൾക്ക് വാർത്തയുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുത്ത് അത് LDFിനെ അറിയിക്കുക എന്നൊരു കാര്യം NCPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതും ആ ഒരു കാര്യം ശരിക്കും LDF കൺവീനർ എന്ന് വ്യക്തമാക്കുകയല്ലേ ചെയ്തത്? അതായത് ഈ ഒരു ആഭ്യന്തര പ്രശ്നത്തിൽ LDFിനെയും മുഖ്യമന്ത്രിയൊക്കെ നിങ്ങൾ വലിച്ചിഴക്കേണ്ടതില്ല എന്നൊരു കാര്യം കൂടിയുള്ള സൂചനയല്ലേ? NCPയിലെ ആഭ്യന്തര വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയാണ്. NCPയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അക്കാര്യത്തിൽ LDFിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. AK ശശീന്ദ്രനും അതുപോലെ തന്നെ തോമസ് കെ തോമസും ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുകയും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ നിരന്തരമായ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് LDFിൻ്റെ ഒരു നിലപാട് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് NCPയാണ്. NCPയുടെ തീരുമാനം LDF അംഗീകരിക്കും, മറ്റ് കക്ഷികൾ അംഗീകരിക്കും എന്നുള്ളതാണെന്ന് TP രാമകൃഷ്ണൻ ഇത് സംബന്ധിച്ച് പറഞ്ഞത്. AK ശശീന്ദ്രനും ഇത് സംബന്ധിച്ച പ്രതികരണം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് NCPയുടെ മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ട്. NCPക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് AK ശശീന്ദ്രൻ. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. അതുപോലെ തന്നെ തോമസ് കെ തോമസിനെ എതിർക്കേണ്ട കാര്യം തനിക്കില്ല എന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്.